So hi guys, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബെസ്റ്റ് ടൈം ടു ബൈ ആൻഡ് സെൽ സ്റ്റോക്ക്. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യു ആർ ഗിവൺ an array prices where prices of I is the price of a given stock on the ith day. You want to maximize your profit by choosing a single day to buy one stock and choosing a different day in the future to sell that stock. Return the maximum profit you can achieve from this transaction. If you cannot achieve any profit, return 0. ഓക്കെ, സോ ടെസ്റ്റ് കേസസ് നോക്കുമ്പോൾ നമുക്ക് പ്രൈസസ് എന്ന് പറഞ്ഞ ഒരു അറേ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി പ്രൈസസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. അതായത് ഫസ്റ്റ് ഡേ സ്റ്റോക്കിൻ്റെ പ്രൈസ് 7 ആണ്, പിന്നെ അത് 1 ആണ്, പിന്നെ 5 ആണ്, 3, 6, 4. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് പ്രൈസസ് തന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൽ മാക്സിമം പ്രോഫിറ്റ്, സ്റ്റോക്കിന്റെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു സ്റ്റോക്ക് പ്രോഫിറ്റിലാവണമെങ്കിൽ വി ഷുഡ് ബൈ ലോ ദെൻ സെൽ ഹൈ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 7 എന്ന് പറയുന്നത് ഈ അറയിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആണ്. ഇപ്പൊ ഇവിടെ വെച്ച് ബൈ ചെയ്തിട്ട് എന്തായാലും കാര്യമില്ല, നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ 1 നോക്കുമ്പോൾ അത് ഈ വാല്യൂസിൽ ഏറ്റവും ലോ പ്രൈസ് ആണ്. അപ്പോൾ 1 ബൈ ചെയ്തിട്ട് നമുക്ക് 5 വിൽക്കാം, 3 വിൽക്കാം, 6 വിൽക്കാം, 4 വിൽക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 6 ലഭിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത്. അതുകൊണ്ട് 1ഉം 6ഉം നമ്മൾ അങ്ങനെ ബൈ ഓൺ ഡേ 2 ആൻഡ് സെൽ ഓൺ ഡേ 5. അപ്പോൾ പ്രോഫിറ്റ് വിൽ ബി 6 - 1 വിച്ച് ഇസ് 5. അപ്പോൾ നമ്മൾ 5 റിട്ടേൺ ചെയ്തു. മാക്സിമം പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സിമിലർലി ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, നമ്മുടെ ഇവിടെ ബൈ നോക്കുമ്പോഴത്തേക്ക് 1 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. അപ്പം നമ്മൾ 1 വാങ്ങിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് പിന്നെ സെല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഉള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലതാണ്, കാരണം ഇതിൽ എപ്പോഴും ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉള്ള ഒരു അറയാണ്. അപ്പോൾ ഇത് താഴോട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 0 റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 എന്ന് വെച്ചിട്ട് നമുക്ക് ബിഗ് ഓഫ് n² ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് എല്ലാ പ്രൈസസും കമ്പയർ ചെയ്യാം. ഫസ്റ്റ് വാല്യൂ എടുത്തിട്ട് സെക്കൻഡ് വാല്യൂ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പോസിറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും, അതിന്റെ മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കോഡ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ട് ഫുൾ അറേ ലെങ്തിലോട്ട്. നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഐന്റെ വാല്യൂ എടുക്കുന്നു, നെക്സ്റ്റ് വാല്യൂ തൊട്ട് ജെ ലൂപ്പ് റൺ ചെയ്യുന്നു, സെല്ല് പ്രൈസസ് ഓഫ് ജെ എന്ന് എടുക്കുന്നു, നമ്മൾ അതിന്റെ മാക്സിമം നമ്മൾ 0 ആയിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ മാക്സിമം നമ്മൾ എടുക്കുന്നു. ഓക്കെ, നെഗറ്റീവ് വാല്യൂസ് നമ്മൾ സ്കിപ്പ് ചെയ്യും ഈ മാക്സിമം 0 ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട്. എന്നിട്ട് നമ്മൾ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഏറ്റവും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി n² ആണ്. സോ നമുക്ക് എന്തായാലും ഇത് ഒപ്റ്റിമൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇത് 2 പോയിന്റർ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 പോയിന്റേഴ്സ് നമുക്ക് വെക്കാം. ഇപ്രാവശ്യം നമ്മൾ 2 അറ്റത്ത് വെച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് എങ്ങനെ പോയാലും അടുത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പോയിന്റർ നമ്മൾ ഇവിടെ വെക്കുന്നു, സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നു. സെക്കൻഡ് പോയിന്റർ നമ്മൾ നെക്സ്റ്റ് വാല്യൂവിൽ തന്നെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു, ഈച്ച് ബൈ സെല്ലിന്റെ ഇത് കമ്പയർ ചെയ്യുന്നു, അതിന്റെ മാക്സിമം വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 2 പോയിന്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് പോയിന്റർ നമുക്ക് 0 എന്ന് വെക്കാം, ആൻഡ് നമുക്ക് റൈറ്റ് പോയിന്റർ എന്ന് പറയുന്നത് നമുക്ക് 1 വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വൈൽ റൈറ്റ് ഇസ് ലെസ് ദാൻ എൻഡ് ഓഫ് ദി അറേ, സോ പ്രൈസസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വൈൽ r is less than prices dot length നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ലെറ്റ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു പ്രൈസസ് ഓഫ് r മൈനസ് പ്രൈസസ് ഓഫ് l. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈസസ് ഓഫ് r മൈനസ് പ്രൈസസ് ഓഫ് l എന്നെടുത്തു. നമുക്കിനി മാക്സ് പ്രോഫിറ്റ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി മാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് 0 തന്നെ വെക്കാം. ഓക്കെ, എന്നിട്ട്
നമുക്ക് മാക്സ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ മാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാത്ത് ഡോട്ട് മാക്സ് പ്രോഫിറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലും ആറും നമുക്കിനി അപ്ഡേറ്റ് ചെയ്യണം. അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഫിറ്റും മാക്സ് പ്രോഫിറ്റും എടുത്തെങ്കിലും ഇനി നമുക്ക് ചെയ്യേണ്ടത് എല്ലും ആറും അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലും ആറും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് വാല്യൂ എപ്പോഴൊക്കെയാണോ ഇതിൻ്റെ അകത്ത് പ്രൈസസ് ഓഫ് ലെഫ്റ്റ് നമ്മുടെ ലോ എന്ന് പറയുന്ന വാല്യൂ ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ഇഫ് ഇടാം. എന്നിട്ട് ഇഫ് പ്രൈസസ് ഓഫ് എൽ ലെസ് ദാൻ പ്രൈസസ് ഓഫ് ആർ. ലെസ് ദാൻ വേണ്ട, നമുക്ക് ഗ്രേറ്റർ ദാൻ നമ്മൾ കണ്ടീഷൻ എടുക്കാം. ഓക്കെ, സോ പ്രൈസസ് ഓഫ് എൽ ഗ്രേറ്റർ ദാൻ പ്രൈസസ് ഓഫ് ആർ ആണെങ്കിൽ, ലെഫ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പ്രൈസസ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് എൽ എന്ന് പറയുന്നത് ആറായിട്ട് തന്നെ നമുക്ക് വെക്കാം. ഓക്കെ, അല്ല പ്രൈസസ് ലെസ്സർ ആണെങ്കിൽ നമുക്ക് ആറ് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാം. നമുക്ക് മാക്സ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, എല്ലാ ടെസ്റ്റ് കേസസും ഒന്ന് സബ്മിറ്റ് ചെയ്യാം, എന്നിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ അക്സെപ്റ്റഡ് ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് 2 പോയിന്റർ അപ്രോച്ചിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂല് നമ്മൾ ലെഫ്റ്റ് പോയിന്റർ വെച്ചു, സെക്കൻഡ് ഇതിൽ നമ്മൾ റൈറ്റ് പോയിന്റർ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ഇനിഷ്യലി ചെക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഏതാ ഗ്രേറ്റർ എന്ന് നോക്കി. ഇപ്പൊ 7 ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്തായാലും 7 പിന്നെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഏറ്റവും ഗ്രേറ്റർ വാല്യൂ ആണ് സെല്ലിങ്ങിനെക്കാട്ടിലും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റർ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് ലെഫ്റ്റിൽ വാല്യൂ ലെസ്സർ ആണെങ്കിൽ നമ്മൾ റൈറ്റ് വീണ്ടും മൂവ് ചെയ്യുന്നു, വീണ്ടും പ്രോഫിറ്റ് എടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ലെഫ്റ്റ് ഗ്രേറ്റർ ആണ്, റൈറ്റിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ വീണ്ടും ലെഫ്റ്റിനെ മൂവ് ചെയ്ത് റൈറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും നമ്മൾ റൈറ്റിലോട്ട് പോയി എൻഡ് ഓഫ് അറേ വരെ നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പ്രോഫിറ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, 2 പോയിന്റർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സൊല്യൂഷൻ ആണിത്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബിഗ് ഓഫ് എൻ ആണ് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് 1 ആണ്. ഓക്കെ, ഇനി ഇതാണ് ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെയാണ് ഇത്, ബിഗ് ഓഫ് എന്നും ബിഗ് ഓഫ് 1 ആണ്. ഓക്കെ, നമുക്ക് അല്ലാതെ ഇനി ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഇനി പോകുമ്പോഴത്തേക്ക് വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് DP-യുടെ. നമുക്ക് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. പക്ഷെ ഒരു DP-യുടെ ഒരു സൊല്യൂഷനും കൂടെ ഇവർ പറയുന്നുണ്ട്. അത് DP എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിക്കേഷനും നമ്മൾ ഇനി റിക്കേഴ്സീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അപ്പൊ റിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, റിപ്പീറ്റഡ് കാൽക്കുലേഷൻസ് ആണ് അല്ലെ. നമ്മൾ വീണ്ടും ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് റിക്കേഴ്സീവ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ റിക്കേഴ്സീവ് സൊല്യൂഷൻസിൽ റിപ്പീറ്റഡ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, ക്യാഷ് ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മൾ അത് യൂസ് ചെയ്യും. അപ്പൊ റിക്കേഴ്സീവ് കോൾസ് എഫക്റ്റീവ്ലി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്കിനാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇത് വെറും അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ഞാൻ അത് പറഞ്ഞത്. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പഠിക്കാം. പക്ഷെ നമുക്ക് DP വെച്ചിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ അകത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ഇതിന്റെ ലോവസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത് 2 പോയിന്റേഴ്സ് വെച്ചിട്ടല്ലേ.
അതേപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റും ആണ് നമ്മൾ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഈ 2 പോയിന്റർ വെക്കുന്നതിന് പകരം ഒറ്റ ഐട്രേഷനിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒറ്റ ഐട്രേഷനിൽ തന്നെ നമ്മൾ ഓരോ ഐട്രേഷനിലും മിനിമം ബൈ പ്രൈസും മാക്സിമം പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ മാക്സിമം പ്രോഫിറ്റിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റിട്ടേൺ ചെയ്യാൻ പറ്റും എൻഡിൽ. ഓക്കെ, അപ്പോ ഇത് ഒരു DP സൊല്യൂഷൻ എന്നും പറയാം, ഇതൊരു ഗ്രീഡി അപ്രോച്ച് ആണെന്നും പറയാം. അതായത് ഗ്രീഡി അപ്രോച്ച് എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ ആണ്. നമുക്ക് വേണ്ട സൊല്യൂഷൻ നമ്മളെ മാക്സിമം എന്താ പറയാ ആ ഒരു സൊല്യൂഷൻ ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകുന്ന ഒരു അപ്രോച്ചാണ് ഗ്രീഡി എന്ന് പറയുന്നത്. സോ ഗ്രീഡി അപ്രോച്ച് ഇൻ പ്രോഗ്രാമിംഗ് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രീഡി അപ്രോച്ച് എന്ന് പറയുന്നത് ഇസ് എ പാരഡൈം ദാറ്റ് ബിൽഡ്സ് എ സൊല്യൂഷൻ പീസ് ബൈ പീസ്, ഓൾവേസ് മേക്കിംഗ് ദ ചോയ്സ് ദാറ്റ് ലുക്സ് ദ ബെസ്റ്റ് അറ്റ് ദ എക്സാക്ട് മൊമെന്റ്. ഓക്കെ, ഗ്രീഡി അപ്രോച്ച് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാം. പക്ഷെ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ബോത്ത് DP ഓർ ഗ്രീഡി അപ്രോച്ച് അങ്ങനെ നമുക്ക് പറയാം. സോ അതിന്റെ കോഡ് നമുക്ക് കാണാം. അതിന് നമുക്ക് വേണ്ടത് നമുക്ക് മിനിമം ബൈ പ്രൈസും മാക്സിമം പ്രോഫിറ്റും ആണ് നമ്മൾ എല്ലാ ഇറ്ററേഷനും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിച്ച് നമ്മൾ ഒറ്റ പാസിൽ കാര്യം തീർക്കും. അപ്പോൾ മിനിമം ബൈ പ്രൈസ് നമുക്ക് ആദ്യം ഫസ്റ്റ് ബൈ പ്രൈസ് ആയിട്ട് വെക്കാം. ആൻഡ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 എന്ന് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫോർ ലെറ്റ് പ്രൈസ് ഓഫ് പ്രൈസസ്. ഓക്കെ, നമ്മൾ പ്രൈസസ് അറിയി കൂടെ ഐറ്ററേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മിനിമം ബൈ നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ് മിനിമം ബൈ എന്ന് പറയുന്നത്? മാറ്റ് ഡോട്ട് മിനിമം ഓഫ് ഈ മിനിമം ബൈ കോമ പ്രൈസ് ആണ്. ഓക്കെ, ആൻഡ് മാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാറ്റ് ഡോട്ട് മാക്സ് ഓഫ് മാക്സ് പ്രോഫിറ്റ്. ആൻഡ് പ്രോഫിറ്റിന് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? കറണ്ട് പ്രൈസ് മൈനസ് മിനിമം ബൈ. മിനിമം ബൈ വെച്ച് നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു, നമ്മൾ റിട്ടേൺ ചെയ്യുന്നു മാക്സ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ടെസ്റ്റ് കേസും നമുക്ക് പാസ്സാവുന്നുണ്ട്. സോ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇൻറ്റ്യൂഷൻ ഇത് നമുക്ക് ഒരു എന്താ പറയാ, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് തോന്നണമെന്നില്ല. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു പാറ്റേൺ ആണത്. ആഫ്റ്റർ സ്കാനിങ് ത്രൂ ഇപ്പൊ ഇതിന്റെ ഇൻറ്റ്യൂഷൻ നമുക്കൊന്ന് കാണാം. കാരണം ഇപ്പൊ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ആസ് വി സ്കാൻ ത്രൂ ദ പ്രൈസസ് വി കീപ് track of two things: the lowest price so far, that is the best day to buy, and the best profit so far, selling today minus the lowest buy price. അതാണ് ഞാൻ പറഞ്ഞത്. മിനിമം ബൈ ആൻഡ് മാക്സിമം പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു എല്ലാ സ്റ്റെപ്പിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റെപ്പിലും ഈ മിനിമം ബൈയും മാക്സിമം പ്രോഫിറ്റ് നമ്മൾ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ഒപ്റ്റിമൽ അപ്രോച്ചസ് കണ്ടു, 2 പോയിന്റേഴ്സ് വെച്ചിട്ടും. ഇവിടെ നമ്മൾ എഫക്റ്റീവ്ലി ചെയ്യുന്നത് എന്താണ്? നമ്മൾ മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. ബൈ പ്രൈസ് നമ്മൾ മിനിമം വാല്യൂ അല്ലെങ്കിൽ നമ്മൾ മിനിമം വാല്യൂയിലോട്ട് നമ്മൾ ബൈ പ്രൈസിന് എടുത്ത് വെക്കുന്നു. അപ്പോൾ ഒരേ ഇത് തന്നെ നമുക്ക് 2 അപ്രോച്ചിന് 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഓക്കെ, സോ താങ്ക് യു.